എല്ലാവർക്കും ഒരുപാട് നാളത്തിന് ശേഷം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കണം. കുറെ കാലമായി നമ്മൾ കണ്ടിട്ട്. എനിക്ക് തോന്നണ ഒരു മാസത്തിലധികമായി തോന്നണം നമ്മൾ ക്ലാസ് ഒക്കെ നടത്തിയിട്ട് അല്ലേ. അപ്പൊ എന്തായിരുന്നാലും കൂടുതൽ ആമുഖം പറയാതെ നമുക്ക് വിഷയത്തിലോട്ട് പോവാം. കാരണം കുടുംബം എന്ന് പറഞ്ഞത്, അതല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ, കുടുംബങ്ങളായിക്കോട്ടെ, നമ്മുടെ മറ്റുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇത് ഒരു മണിക്കൂറിലൊന്നും പറഞ്ഞ് തീർക്കേണ്ട ഒരു സംഗതിയല്ല. കാരണം ബന്ധങ്ങളാണ് മനുഷ്യനെ നിലനിർത്തുന്നത് അല്ലെ. മനുഷ്യൻ ഒരിക്കലും ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു വ്യക്തിയല്ല. അതല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് മതി, എനിക്ക് സമൂഹം വേണ്ട, കുടുംബം വേണ്ട എന്ന് പറഞ്ഞ് കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്തൊരു ഡിപ്രഷനിലോട്ടും മാനസികമായ മറ്റു പ്രയാസങ്ങളിലോട്ടും പോകുന്നതായിട്ട് നമുക്ക് നേരിട്ട് തന്നെ അനുഭവമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ബന്ധങ്ങള് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് മനുഷ്യന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബന്ധങ്ങളില്ലാതെ പറ്റില്ല. കാരണം മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. അത് അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടും ഇങ്ങോട്ട് കൊണ്ടും കൊടുത്തും കഴിയേണ്ടവനാണ് മനുഷ്യൻ. അപ്പൊ നമ്മുടെ ഈ ബന്ധങ്ങളില് വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അത് തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങളും ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മോട് ഏറ്റവും അടുത്ത് നിന്ന ആളുകള് നമ്മിൽ നിന്ന് വിട്ടു പോകുമ്പോഴാണ് അവരുടെ വില ശരിക്കും നമുക്ക് മനസ്സിലാവുക. ഒന്നിച്ചു നിൽക്കുന്ന, അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് അത്രയൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കണ്ണു പോയാലാണ് കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ. പക്ഷെ ഈ ബന്ധങ്ങള് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതിനേക്കാൾ ശ്രമകരാണ് അത് കൂട്ടിപ്പിടിച്ച് കൂട്ടിച്ചേർത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത്. ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ നല്ല കഴിവാണ്, ഭയങ്കര സംസാര ചാതുര്യാണ്. സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളോട് ഇനിയും സംസാരിക്കണം, കേൾക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ചില ആളുകൾക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ അത് ചിലവരുടെ ഒരു നൈസർഗികമായ ജന്മസിദ്ധമായി പടച്ച തമ്പുരാൻ കൊടുക്കുന്ന കഴിവുകളാണ്. അതേസമയം ചില ആളുകളോട് നമ്മൾ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് ഒന്ന് സംസാരിക്കാൻ ചിലപ്പോൾ നമുക്ക് ഒരു വൈമുഖ്യം ഉണ്ടാവും. അത്ര പോവണ്ട, സംസാരിക്കണ്ട എന്നുള്ളൊരു തോന്നലുകൾ ഉണ്ടാവും. അത് നിർഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു നമ്മുടെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, കുടുംബമായാലും എന്തായിരുന്നാലും കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാവരും ഒന്നിച്ചു പോണം, എൻ്റെ അടുത്തുനിന്ന് മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല, അതല്ലെങ്കിൽ മറ്റുള്ളവര് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് പ്രയാസപ്പെടാതിരിക്കാൻ പറ്റും, ഞാൻ അങ്ങനെ ആയിപ്പോയി, ഞാൻ വളരെ സില്ലിയാണ്, ആ സ്വഭാവം ഒന്ന് എങ്ങനെ മാറ്റിയെടുക്കണം, എന്നിട്ട് എൻ്റെ ബന്ധങ്ങൾ എങ്ങനെ ഊഷ്മളമായി കൊണ്ടുപോകണം എന്ന് അറിയാതെ നട്ടം തിരിയുന്ന ചെറിയ ആളുകളും. അപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, അതേട്ടൊന്ന് ഇറങ്ങിപ്പോവാം. എന്താണ് ഒരു ബന്ധം, അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവാൻ? ഒരുപാട് ഘടകങ്ങൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയം. നമ്മുടെ ബന്ധങ്ങളുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ സംസാരം തന്നെയാണ്, നമ്മുടെ ആശയവിനിമയം തന്നെയാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ, അതിലെന്തെങ്കിലും അപാകതകൾ വന്നു കഴിഞ്ഞാൽ ആ ബന്ധം പിന്നെ നമ്മൾ പറയും എന്താണ്, മുറിച്ചു വിട്ടാ പിന്നെ അത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴച്ചു നിൽക്കും എന്ന് പറയും. ഏച്ചു കൂട്ടിയാൽ മുഴച്ചു നിൽക്കും എന്നറിയും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേദന തോന്നുന്ന ഒരു സംസാരം ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ, അതും ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തുനിന്ന് അവിചാരിതമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ അവിടെ കെടുക്കും, അതങ്ങ് പോവില്ല. ബന്ധങ്ങള് പഴയ പോലെ വർത്താനം പറയുകയൊക്കെ ചെയ്യുമെങ്കിലും കൂടിയിട്ട്, പക്ഷെ എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ
എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ അവിടെ കിടക്കും. എപ്പോഴെങ്കിലും അത് തല പൊന്തിച്ച് അങ്ങനെ ഉയർന്നു വരും അത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കേൾക്കുക എന്നുള്ളതാണ്, കുറച്ച് മാത്രം സംസാരിക്കുക. പടച്ച തമ്പുരാൻ നമുക്ക് പിന്നെ ഒരു വായയും 2 ചെവിയാണ് തന്നിട്ടുള്ളത്, അല്ലെ? 2 ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കേൾക്കുക, കുറച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ആളുകൾക്ക് കേൾക്കാൻ സമയമല്ല, ക്ഷമയുമില്ല. അത് നമ്മുടെ മക്കളായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ, അവരെ കേട്ടിരിക്കാൻ സമയമല്ല. അപ്പൊ സമയമില്ലാതാവുമ്പോഴാണ് അവരെ കേൾക്കുന്ന മറ്റെവിടേക്കെങ്കിലും ആളുകൾ പോകുന്നത്. ഇപ്പൊ കുട്ടികള് നമ്മൾ അവരെ കേട്ടിട്ടില്ല എങ്കിൽ അവരെ കേൾക്കുന്ന, അവരുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന, അവരെ കൂടെ ഇരിക്കുന്ന മറ്റാരെങ്കിലും തേടി അവർ പോകും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട്, അവരെ കേൾക്കാൻ, അവരുടെ പ്രയാസങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. പ്രയാസങ്ങൾ, സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല, സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഉദ്ദേശം. ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ കേട്ടിരിക്കുക. ഇന്ന് അച്ഛനമ്മമാർക്ക് സമയമല്ല, മക്കളെ കേൾക്കാൻ സമയമല്ല. അച്ഛന് ജോലിയാണ്, അമ്മക്ക് ജോലിയാണ്, കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ രാത്രി ഒരുപാട് വൈകും, പാതിരയാവും. ഭർത്താവിന് ഭാര്യയെ കേൾക്കാൻ സമയമല്ല. ഒരുപാട് ലേറ്റ് ആയിട്ട് വീട്ടിൽ വന്ന് കയറുന്ന ഭർത്താവിന് പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ. ഈ ഭാര്യയുടെ ഒരു എന്തെങ്കിലും സംഗതികൾ കേൾക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഈ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു ആശയവിനിമയത്തിന്റെ ആ ഒരു ഊഷ്മളത എടുക്കപ്പെട്ടു പോയപ്പോൾ അവിടെ വിള്ളലുകൾ ഉണ്ടായി. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എടുക്കാൻ നേരമല്ല, സംസാരിക്കാൻ സമയമല്ല. പിന്നെ എന്താണ് അവളോട് പറയേണ്ടത്, അതല്ലെങ്കിൽ അവനോട് പറയേണ്ടത്? ഇനി എടുത്താൽ തന്നെ അവന്റെ ബിസിനസിന്റെ കാര്യം മാത്രമാണ് സംസാരിക്കാനുണ്ടാവുക. നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുന്നതിലോ അത് പറയുന്നതിലോ ഒന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ആവുമ്പോ പിന്നെ എങ്ങനെ ഞങ്ങള് ഈ ബന്ധം നിലനിർത്തി കൊണ്ടുപോവുക എന്ന് അപരന് തോന്നും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിക്കേഷനിൽ എന്ത് വരും? ഒരു അകലം ഒരു അകലം വരാൻ തുടങ്ങും. അങ്ങനെ അകന്ന് ആ ബന്ധം ഇല്ലാതായി പോവും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇപ്പൊ സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അത് ഷെയർ ചെയ്യാൻ, അതല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്, അതും അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതില്ലാത്തത് കൊണ്ടാണ് കൗൺസിലിംഗ് സെന്ററിലും മറ്റൊക്കെ ആളുകൾ, പിന്നെ കുട്ടികളാണെങ്കിലും അഭയം തേടുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ തർക്കങ്ങള്, അതുപോലെ തന്നെ പ്രശ്നങ്ങള്, അതിന്റെയൊക്കെ ഒരു സൊല്യൂഷൻ കാണാൻ ആയിട്ട് ആളുകൾ സമീപിക്കുമ്പോൾ, ഫ്രണ്ട്ഷിപ്പിലായാലും സമീപിക്കുമ്പോൾ അവർക്ക് സമയമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവിടെ സ്ട്രെസ് വരും. പിന്നെ ഞാനത് ആരോട് ഷെയർ ചെയ്യും? അതിലുള്ള ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് പിന്നെ എനിക്ക് എവിടെ എന്നൊക്കെ ഉള്ളൊരു ചോദ്യത്തിൽ അവിടെ സ്ട്രെസ് വരും. പിന്നെ ആ ബന്ധം അങ്ങനെ ഇല്ലാതായി പോകും. അതുപോലെ തന്നെ നമ്മുടെ ഫീലിങ്സും, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും ഒക്കെ ഷെയർ ചെയ്ത്, കുടുംബത്തിലാണെങ്കിൽ ഹസ്ബൻഡിന്റെ ഫീലിങ്ങും ഇമോഷൻസും ഒക്കെ ഭാര്യയോട് ഷെയർ ചെയ്യുക, ഭാര്യയോട് അങ്ങോട്ട് തിരിച്ചും ഷെയർ ചെയ്യുക. അത് കേട്ടിരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. മക്കൾക്ക് സ്കൂളിൽ, കലാലയങ്ങളിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കേട്ട് അതിന് നല്ല വാക്കിലൂടെ, അത് കുറ്റപ്പെടുത്താത്ത രീതിയിലും പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആ വീടൊരു സ്വർഗം. അവിടെയാണ് സ്വർഗം എന്ന് പറയുന്നത്, കുടുംബത്തിന്റെ തണല് എന്ന് പറയുന്നത് അവിടെയാണ്. അതായത് പ്രയാസങ്ങളിലേക്ക് പങ്കുചേർന്ന് കുറ്റപ്പെടും. നീ എന്തിനെ അങ്ങനെ ആക്കാൻ പോയി? നീ അവരോട് മിണ്ടാൻ പോയിട്ടല്ലേ, സംസാരിക്കാൻ പോയിട്ടല്ലേ, അങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് പകരം സംഭവിക്കാനുള്ളത് ഏതായാലും സംഭവിച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കണ്ട, അതിനുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് ഒന്നിച്ച് കൂട്ടായിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും മറ്റു അംഗങ്ങൾക്ക് ബലം കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്വർഗപൂങ്കാവനമായിട്ട് മാറുകയാണ്. എന്തിനും ഏതിനും എന്റെ കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൊല്യൂഷൻ ഉണ്ട്, ഞാൻ ഒറ്റക്കല്ല. അതല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് സർക്കിൾ വലുതാണ്, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ നിൽക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ബലം ഓരോ മനുഷ്യനും കോൺഫിഡൻസ് കൂട്ടുമെന്നുള്ളതാണ്.
അവന്റെ ഉള്ളിലുള്ള ആത്മധൈര്യം അത് വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതായിരിക്കണം നമ്മുടെ കൂട്ടായ്മയുടെ ഒക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസ് ഷെയർ ചെയ്യാനും കഴിയണം, മറ്റുള്ളവരുടെ ഫീലിങ്സ് ഇമോഷൻസും നമുക്ക് ഉൾക്കൊള്ളാനും കഴിയണം. അതുപോലെ തന്നെ ക്രിറ്റിസിസം ഒഴിവാക്കുക. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് എപ്പോഴും എന്തിനും ഏതിനും വിമർശിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോകും. അപ്പൊ കുട്ടികളുടെ ഇടയിൽ കുട്ടികൾ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പിന്നെ അവര് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പേരൻസ് പറയണത് നീ എന്തിനാ അങ്ങനെ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് സംസാരിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കേണ്ട കാര്യത്തിൽ ഒരു ഭയം വരും, ഉള്ളിലൊരു ഭയം വരും. ചിലപ്പോൾ അത് വിക്കുള്ള രൂപത്തിലായി പോകും. ഇപ്പൊ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾ നന്നായി സംസാരിക്കുമ്പോ പേരൻസിന് അവിടെ പിന്നെ തടസ്സം വെക്കണം, നീ എന്തിനാ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ കുട്ടിക്ക് തോന്നി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി പോവോ, പറയുന്നത് ശരിയാവില്ലേ, അതുമായി തന്നെ മറ്റുള്ളവർ പരിഹസിച്ചു പോവോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉടലെടുക്കും ഉള്ളിൽ നിന്ന്. പിന്നെ ക്രമേണ ക്രമേണ ആ കുട്ടി എന്താവും, സംസാരിക്കാത്ത ഒരാളായി മാറും. ഒന്നുമില്ല വിക്ക് വരും, ഇൻട്രോവേർട്ടഡ് ആവും, അതല്ലെങ്കിൽ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന ഒരു അവസ്ഥയിലാവും. അങ്ങനെ ആ ഒരു സോഷ്യൽ മിംഗ്ലിങ് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. കൗൺസിലിങ്ങിനും മറ്റും കുട്ടികൾ വരുമ്പോൾ പാരന്റ്സ് പറയും ഇവൻ സംസാരിക്കുന്നില്ല, മുമ്പൊക്കെ സംസാരിച്ചിരുന്ന ആളാണ്, ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഞങ്ങളോട് പോലും ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ആൻസർ എന്തായിരിക്കും? ഞാൻ എന്ത് പറഞ്ഞാലും അതിന് ഉമ്മ കുറ്റം പറയും, അതല്ലെങ്കിൽ ഉപ്പ കുറ്റം പറയും, അതല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സുകൾ അങ്ങനെ അല്ലടാ ഇങ്ങനെ അല്ലടാ എന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും അറിയില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ ആ കുട്ടിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അവന് ഉള്ള പ്രതികരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താവും, ആരോടും ഒന്നും ഷെയർ ചെയ്യാത്തൊരവസ്ഥയിലായിരിക്കും പിന്നെ ഉണ്ടാവും. പിന്നെ സ്ട്രെസ് ആവും. പിന്നെ പറഞ്ഞ പോലെ തന്നെ അത് പലവിധ മാനസികമായ അസ്വസ്ഥതകളിലേക്കും അത് പോവും. അതിന്റെ ഒരു മേജർ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള ഡിപ്രഷനിലോട്ടൊക്കെ അത് പോയെന്ന് വരും. കാരണം ഷെയർ ചെയ്യാൻ ആളില്ലാതിരിക്കും. സംസാരത്തിൽ എന്തെങ്കിലും വന്നു പോവുക, വീഴ്ചകൾ വന്നു പോവുക, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ അതിന് മാത്രം ഇല്ല എന്നൊക്കെ ഉള്ള സ്വന്തം ഒരു സ്വന്തത്തിനെ കുറിച്ചുള്ള ഒരു ഇമേജ് അതില്ലാതായി പോവും. സെൽഫ് എസ്റ്റീം ഇല്ലാതായി പോവും, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതായി പോവും. ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. അത് ഫസ്റ്റിൽ വരുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്, വീട്ടിനകത്ത് നിന്ന് തന്നെയാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിലോട്ട് മക്കൾ പോവാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികള് ഫ്രണ്ട്സുകളുടെ ഇടയിൽ എത്തുമ്പോൾ അവരിൽ നിന്നുള്ള ഒരു ചെറിയ വാക്ക് പോലും ചിലപ്പോ താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലോട്ട് വരും. അന്ന് ഞാൻ സംസാരിക്കുമ്പോഴും ശരിയായിട്ടില്ല, ഇന്ന് ഞാൻ സംസാരിക്കുമ്പോഴും ഇത്രയും വലുതായിട്ടും സംസാരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ വരുന്നത് എന്നുള്ള ഒരു ചിന്ത ആ കുട്ടിയുടെ അടുത്ത് വരും. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ആറ്റിറ്റ്യൂഡാണ്. അതായത് നമുക്ക് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം അവരടുത്ത് ആരും ഒന്നും ഷെയർ ചെയ്യാനോ സംസാരിക്കാനോ പോകില്ല എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മള് ഒരു സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലായാലും അതുപോലെ തന്നെ കുടുംബത്തിലായാലും അതുപോലെ നമ്മുടെ ആ ബോണ്ട് ഉണ്ടല്ലോ, നമ്മളെ ആ കെട്ടുറപ്പ് അത് നിലനിൽക്കുന്ന രീതിയിൽ പിന്നെ ഉള്ള ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബന്ധങ്ങളെയൊക്കെ തകർത്ത് കളയും. ഒന്നും വേണ്ട, നമ്മുടെ മുഖഭാവം അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ മുഖഭാവം എന്ന് പറയുന്നതും നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നതും മുഖപ്രസന്നതയോടുകൂടെ സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ ഒരു ആംഗ്രി മൂഡില്, ദേഷ്യം പിടിച്ച മൂഡില് എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോ അവരുടെ മുഖത്ത് നോക്കാതെ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ശ്രദ്ധിച്ചും കൊണ്ട് അവര് പറയുന്നത് ചിലപ്പോ കേൾക്കും, ചിലപ്പോ കേൾക്കൂല. ഒന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾ, നമ്മൾ മുതിർന്നവർ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ കുട്ടികൾ കടന്നു വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കും. അപ്പൊ ഒരിത്തിരി നേരം മുതിർന്നവർക്ക് മനസ്സിലാവും, കുട്ടികൾക്ക് പക്ഷെ മനസ്സിലാവില്ല. അപ്പൊ കുട്ടികളോട് ഇത്തിരി നേരം 2 മിനിറ്റ് ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ട് എന്നിട്ട് പറയാ, ഇനി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് ആന്റിയായിട്ട് സംസാരിക്കട്ടെ അല്ലെങ്കിൽ അങ്കിളായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് മോന് പറയാട്ടോ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് നല്ല വാക്ക് പറഞ്ഞ് ആ കുട്ടീനെ പറഞ്ഞയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത്രയും നിരാശപ്പെടേണ്ടി വരില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖം കൊടുക്കുക എന്ന് പറയണം. ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ മുഖം കൊടുക്കുക, ആ മുഖത്ത് ഭാവം വരണം, അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്.
അപ്പൊ പലപ്പോഴും പല ടീച്ചേഴ്സിനെ കുറിച്ച് കംപ്ലൈന്റ് പറയാറുണ്ട് കുട്ടികൾ. ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. മാതാവും പിതാവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുരുവാണ്, അല്ലെ? അപ്പൊ ആ ടീച്ചേഴ്സിനോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വരുന്ന സമയത്ത് അവര് ബുക്കിൽ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടാവാം, പക്ഷെ അവർക്ക് മുഖം കൊടുക്കുന്നുണ്ടാവില്ല. എന്ന് പറഞ്ഞിട്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ആ വന്ന കുട്ടിക്ക് അത് പറയണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ ഈ ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ബുക്ക് മറിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് മൊബൈലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1 മിനിറ്റ് 2 മിനിറ്റ് അതൊന്ന് നിർത്തിയിട്ട് മോളെ എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ മോനെ എന്താണ് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും ആ ടീച്ചറെ അടുത്ത് വന്നിട്ട് അവന്റെ വിഷമങ്ങൾ ആദ്യം പറയുന്നതായിരിക്കില്ല, രണ്ടാമത് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടായിരിക്കും, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പിന്നെ സംസാരിക്കുക. അങ്ങനെ ഈ ടീച്ചറിനോട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും എന്നുള്ള ഒരു രീതിയിലേക്ക് കുട്ടികൾ എത്തുമ്പോ ആ ടീച്ചറും സ്റ്റുഡന്റുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ഭാവങ്ങളിലും ആറ്റിറ്റ്യൂഡിലും ഒക്കെ പ്രകടമാവുന്ന ഒരു സംഗതിയാണ്. ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് വരുന്നതും ഈഗോ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ. ഇപ്പൊ ഭാര്യയും വിദ്യാഭ്യാസം ഉണ്ടാവും, ഭർത്താവിന്റെ പോലെ തന്നെ ചിലപ്പോൾ ഭാര്യയും എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഭാര്യ ചിന്തിക്കുകയാണ്, ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, എനിക്ക് ജോലിയുണ്ട്, ഞാൻ കുടുംബത്തിന് വേണ്ടി ഏൺ ചെയ്യുന്നുണ്ട്, അദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ പുറത്തു പോയിട്ട് അധ്വാനിക്കുന്നുണ്ട്, പിന്നെ എന്തിന് ഞാൻ കുറഞ്ഞു കൊടുക്കണം എന്ന് ഭാര്യ ചിന്തിക്കും. അതേസമയം ഭർത്താവ് ചിന്തിക്കേണ്ട, ഞാനാണ് ഈ ഗൃഹനാഥൻ, അവൾ ജോലി ചെയ്യുന്നുണ്ട്, അവൾ എഡ്യൂക്കേറ്റഡ് ആണ്, എങ്കിലും കൂടി അവളുടെ മേലിൽ ഒരു അധികാരം എനിക്കുണ്ട്, ഈ ഗൃഹത്തിന്റെ നായകൻ, ഈ ഗൃഹനാഥൻ ഞാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെയാണ് ഇവിടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ, ഇവിടെ എനിക്കാണ് കൂടുതൽ സ്ഥാനം, അതുകൊണ്ട് ഇവൾക്ക് ഞാൻ കുറഞ്ഞു കൊടുക്കേണ്ടതില്ല, തോറ്റു കൊടുക്കേണ്ടതില്ല, എന്റെ കീഴിൽ നിൽക്കേണ്ടവളാണ് ഇവൾ, എന്റെ ചൊൽപ്പടിയിൽ നിൽക്കേണ്ടവളാണ്. എത്ര വലിയ കൊമ്പത്തായ ആളായാലും എത്ര വലിയ ജോലിക്കാരി ആയാലും എന്റെ കീഴിൽ നിൽക്കേണ്ടവളാണ്, അതുകൊണ്ട് ഇവളുടെ മുന്നിൽ ഞാൻ കുറഞ്ഞു കൊടുക്കേണ്ടതില്ല, തോറ്റു കൊടുക്കേണ്ടതില്ല എന്നുള്ള ഈഗോ ഭർത്താവിന് വരും. ഫ്രണ്ട്സുകളുടെ ഇടയിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാനല്ലല്ലോ കാരണക്കാരൻ, അവനല്ലേ കാരണക്കാരൻ, അവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാനെന്തിനാ അങ്ങോട്ട് പോകണം. ജ്യേഷ്ഠാനിയന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കിയത് അവനാണ്, സ്വത്ത് തർക്കം ആദ്യം എടുത്തിട്ടത് അവനാണ്, അതുകൊണ്ട് ഞാൻ എന്തിനാ അവന് കുറഞ്ഞു കൊടുക്കണം. ഇതിങ്ങനെ പോവും. ഒരു ചെറിയൊരു തീപ്പൊരി എന്ന് തുടങ്ങിയിട്ട് അതൊരു വൻ തീപിടുത്തത്തിലേക്കാണ് പിന്നെ അത് പോവുക. പിന്നെ വർഷങ്ങളോളം ഉണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പിന്നെ അത് പോവുക. ഞാൻ എന്തിനു കുറഞ്ഞു കൊടുക്കണം എന്നുള്ള ചിന്ത. നമ്മളുടെ അടുത്തുള്ള വീഴ്ച നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവണം. അവിടെയാണ് നമ്മുടെ വിജയവും അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പും അവിടെയാണ്. വീഴ്ചകളെ അംഗീകരിക്കേണ്ട കാര്യത്തിൽ യാതൊരു മടി കാണിക്കണ്ട. കാരണം മനുഷ്യരാണ്, വീഴ്ചകൾ പറ്റാത്തവരില്ല. സംസാരത്തിലായാലും പ്രവൃത്തിയിലായാലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായാലും അവിടെയൊക്കെ കുറ്റമറ്റ രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. 100% പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല, ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ വീഴ്ച പറ്റുമ്പോ ഒന്ന് പുറത്തു കൊടുക്കുക, അതൊന്ന് അംഗീകരിക്കുക. ഈ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഗതിയാണ്. ഇവിടെ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് ഏറ്റവും ഉയർന്നു നിൽക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഴ്ചകൾ അംഗീകരിക്കേണ്ട കാര്യത്തിൽ നമുക്കൊരു മടിയും വേണ്ട, അത് തിരുത്തുക. ചിലപ്പോൾ തെറ്റിദ്ധാരണകളായിരിക്കാം, തെറ്റിദ്ധാരണകളും വലിയൊരു വില്ലനാണ് ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ. ആ തെറ്റിദ്ധാരണകൾ വന്നു കഴിയുമ്പോൾ എന്താണ്, നമ്മൾ സംസാരിച്ച് മനസ്സ് തുറന്ന് അത് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് അതങ്ങ് തീർക്കുക. തെറ്റിദ്ധരിച്ചതാണെന്ന്, തെറ്റുകളാണെങ്കിൽ തിരുത്തുക, തെറ്റിദ്ധാരണയാണെങ്കിൽ സംസാരിച്ച് അതങ്ങ് തീർക്കുക. എന്നിട്ട് വീണ്ടും തെറ്റിദ്ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ഉത്തരവാദി നമ്മളല്ല, തിരുത്താൻ ശ്രമിക്കുക. ഇനിയിപ്പോ തെറ്റിദ്ധാരണ എല്ലാവരോടും നടന്ന് തിരുത്താനൊന്നും നമുക്ക് കഴിയില്ല. നമ്മോട് ചോദിക്കുന്നവരോട് മാത്രം അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതിന്റെ പേരിൽ നമ്മൾ വറീഡ് ആവുക വേണ്ട. ആരെങ്കിലും ചോദിച്ചാലല്ലേ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. ചോദിക്കാത്തവരോട് പോയിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ വിചാരിച്ചെന്ന് ചിലപ്പോൾ അത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ പോകേണ്ട ആവശ്യമല്ല.
നമ്മളടുത്ത് 100% തെറ്റുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ തിരുത്തുക. ഇനി തെറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വറീഡായിട്ടും കാര്യമില്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ആവുക. എല്ലാവരുടെ അടുത്തും ഒന്ന് ഓപ്പൺ ആവുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശാലമായ മനസ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വിശാലമായി ചിന്തിക്കുക എന്നുള്ളത്. സങ്കുചിത മനസ്സുള്ളവർക്ക് ഫ്രണ്ട്ഷിപ്പ് കുറവായിരിക്കും. അതായത് സ്വാർത്ഥത, സങ്കുചിതത്വം എന്ന് പറയുന്നത് അതൊരു മാനുഷികമായ ഒരു നിലപാടല്ല. അപ്പൊ അതുകൊണ്ട് ആ സങ്കുചിത മനസ്ഥിതി ഒഴിവാക്കുക, സ്വാർത്ഥത ഒഴിവാക്കുക. ആ സ്വാർത്ഥതക്ക് പകരം സ്നേഹത്തിലോട്ട്, സങ്കുചിതത്തിന് പകരം വിശാലതയിലോട്ട് മനസ്സ് തുറന്നു വെക്കുക എന്നുള്ളതാണ്. കാരണം പടച്ച തമ്പുരാൻ എല്ലാവരെയും ഓരോ പ്രകൃതക്കാരോ ഓരോ സ്വഭാവക്കാരോ ആയിട്ടല്ല സൃഷ്ടിക്കുന്നത്. എല്ലാവരും പറയുന്നത് ഒരു വിഷയം നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതും എല്ലാം പല രീതിയിലാണ്. അപ്പൊ മനുഷ്യർ പല വിധത്തിലാണ്. അവരില് പിന്നെ തെറ്റുകൾ വരും, ശരികളുണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാവരും അവരുടെ ആ സ്വഭാവത്തിന്റെ പേരിലല്ല, അവരിലുള്ള ആ കുറ്റത്തെ മാത്രമാണ് നമ്മൾ വെറുക്കണ്ടു, പക്ഷെ ആ വ്യക്തിയെ അല്ല. ഇപ്പൊ ഒരു കള്ളുകുടിയുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവരിലുള്ള ആ ദുസ്വഭാവത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത്. അതേസമയം സഹതാപം അർഹിക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ നമ്മൾ സഹായിക്കുക, കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. അവരിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവും. ആ നന്മകളെ നമ്മൾ അംഗീകരിച്ച് ആ നന്മകളെ കുറിച്ച് സംസാരിച്ച് എന്നിട്ട് അതിനെ കുറ്റപ്പെടുത്താത്ത ഒരു ഉദാഹരണം പറയാം. ഏത് തെറ്റുകളും അങ്ങനെ തന്നെയാണ്. മക്കളാണെങ്കിലും അപ്പോഴും അങ്ങനെ തന്നെയാണ്. നീ പണ്ടേ നന്നാവില്ല, നീ പണ്ടേ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ ഒരിക്കലും നന്നാവില്ല. പിന്നെ അത് ജീവിതകാലം മുഴുവൻ നമ്മൾ ആ കുട്ടിയുടെ ആ ഒരു സ്വഭാവ ദൂഷ്യം കണ്ട് നമ്മൾ ഇരിക്കേണ്ടി വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തുക എന്നുള്ളതും ഉപദേശിക്കുക എന്നുള്ളതും ഇന്നത്തെ തലമുറക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല. അതാർക്കും ഇപ്പൊ നമുക്ക് തന്നെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ മുന്നിലിട്ട് നമ്മളെ കുറ്റപ്പെടുത്താൻ, ഇനിയിപ്പോ ആളില്ലാത്ത രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഒരാളെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പോയി പണിയൊക്കാനേ നമ്മൾ പറയുള്ളൂ. സ്വാഭാവികമായിട്ടൊരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ. അതേസമയം നല്ല രീതിയിൽ ഗുണകാംക്ഷാപരമായിട്ട് നമ്മൾ സ്നേഹത്തോടുകൂടെ ഉപദേശിക്കല്ലാതെ സ്നേഹത്തോടുകൂടെ തിരുത്തുന്ന, നമ്മൾ എന്തായിരുന്നാലും അവരുടെ നന്മ ആണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ സംഗതി തിരുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം അവിടെ നല്ല ഊഷ്മളമായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയൊരു ആപത്തിലോട്ട് പോകുന്ന സമയത്തായിരിക്കും നീ പോകുന്ന ആ ആപത്തിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ പറയാം. അപ്പൊ പിന്നീട് അവർ ഒരു താങ്ക്സ് പറയുകയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു കൃതജ്ഞതാ ബോധം അവരിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ആ രീതിയിലായിരിക്കണം നമ്മളെല്ലാവരോടും കുറച്ച് ഓപ്പൺ ആവുക എന്നുള്ളത്. കുറച്ച് മനസ്സ് വിശാലമാക്കിയിടുക, എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ജാതി മത ഭേദമന്യേ അതുപോലെ തന്നെ പല സ്വഭാവത്തിലുള്ള ആളുകളാണ് എന്നുള്ള ചിന്തിച്ചിട്ട് അവരങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് വിശാലമാക്കി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബന്ധങ്ങൾ വഷളാവുന്ന കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ പിന്നെ മുൻവിധിയോടുകൂടെ സംസാരിക്കുക. ചിലപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാളെ കുറിച്ച് കുറച്ച് നെഗറ്റീവായിട്ടായിരിക്കും മറ്റാരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു സംഗതി മനസ്സിലിട്ട് കൊണ്ടായിരിക്കും ഇയാളുടെ അടുത്ത് പോവുക സംസാരിക്കാനായിട്ട്. അപ്പൊ അയാൾ എന്ത് പറയുമ്പോഴും നമ്മൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് കാണുക എന്നുള്ളതാണ്. അപ്പൊ അതേസമയം ഒരാളെ നമ്മൾ ഫസ്റ്റിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് ഒരു ഇമേജും മനസ്സിൽ വെക്കേണ്ടതില്ല, നല്ല ഇമേജുകളല്ലാതെ. അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. അവിടെ നമുക്കൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ മുമ്പ് എപ്പോഴോ എന്തെങ്കിലും ചെറിയൊരു തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ അത് മായ്ച്ചു കളഞ്ഞാലും ആ തെറ്റൊക്കെ തിരുത്തി പശ്ചാത്തപിച്ച് വന്നാലും പിന്നെയും അത് മനസ്സിൽ വെച്ചിട്ട് അന്ന് അത് ചെയ്തില്ലേ ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നിന്റെ കുടുംബം. ഇപ്പൊ ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ പറയുന്നത് അന്നത്തെ കുറെ കാര്യങ്ങൾ എടുത്തിട്ടായിരിക്കും. ഇന്നാള് നീ അങ്ങനെ ചെയ്തില്ലേ, അതല്ലെങ്കിൽ നിന്റെ കുടുംബക്കാർ അന്ന് അങ്ങനെ ചെയ്തില്ല, അതൊക്കെ മറന്നുപോയി വർഷങ്ങളായിട്ടുണ്ടാവും. എന്നാലും അവർക്കിടയില്
ദേഷ്യം പിടിക്കുന്ന സമയത്ത് അതങ്ങോട്ട് വലിച്ചഴിച്ച് കൊണ്ടുവരും. എന്നാലും നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങളെ കുടുംബക്കാർ അങ്ങനെ ചെയ്തില്ല, നിങ്ങളെ ഉമ്മ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഭാര്യയും തുടങ്ങും, ഭർത്താവും തുടങ്ങും. അപ്പൊ എന്താവും? അതിനർത്ഥം എന്താണ്? അവര് ആ സംഗതി മനസ്സിലിട്ട് വെച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഒന്നിച്ച് ഉണ്ടതും ഉറങ്ങിയതും ഒക്കെ. അപ്പൊ അവിടെ ഒരു കാപട്യം വരുന്നില്ലേ, ഒരു വഞ്ചന വരുന്നില്ലേ? ഇതേപോലെ തന്നെയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലും. കാര്യം എന്തായാലും ഞാൻ അവനോട് വർത്താനം പറയുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും കൂടി അന്ന് ചെയ്തത് മറക്കാൻ കഴിയില്ല, അന്ന് ഇപ്പോഴും അത് മനസ്സിലുണ്ട്. പിന്നെ എന്ത് ബന്ധാണ് അവിടെ ഉള്ളത്? നമ്മളൊന്നും മറക്കാനും പൊറുക്കാനും തയ്യാറല്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പല വിധത്തിലുള്ള കാര്യങ്ങൾ മുൻവിധി വെച്ചിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആ ബന്ധം അധിക കാലം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ഒരാളെ കുറിച്ച് മനസ്സിൽ ചിന്തിച്ചു വെച്ചിട്ടുള്ളത് ആ ഇമേജ് മായ്ച്ചു കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരെ കുറിച്ചും നല്ലൊരു ഇമേജ് മനസ്സിലുണ്ടാക്കിയെടുക്കുക, പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജ് മനസ്സിലുണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുക. അവിടെയാണ് നമ്മുടെ വിജയം കെടുക്കുന്നതും നമ്മുടെ മനസ്സിന്റെ സമാധാനം കെടുക്കുന്നതും എല്ലാം അവിടെയാണ്. അവരൊരിക്കലും നന്നാവില്ല, നന്നാക്കാൻ പോയിട്ട് കാര്യമില്ല. അപ്പൊ ക്ലാസ്സിലൊക്കെ കയറി വരുന്ന ചില ടീച്ചേഴ്സ് ചിലപ്പോ പിന്നെ തെറിച്ച പിള്ളേരുണ്ടാവും, വികൃതിയുള്ള പിള്ളേരുണ്ടാവും. പുതുതായിട്ട് ഒരു ടീച്ചർ ജോയിൻ ചെയ്യുമ്പോൾ മറ്റ് സ്റ്റാഫുകൾ പറയണ ആ 7th ബിയിൽ ഒരുത്തനുണ്ട്, അല്ലെങ്കിൽ 8th സിയിൽ ഒരുത്തനുണ്ട്, അത് ഭയങ്കര പിഴയാണ്, അവനെ നന്നാക്കാൻ പോവാൻ നിൽക്കണ്ട, അതങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയിലുള്ള നന്മ പോലും ഈ കുട്ടി ടീച്ചർ കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും എത്തുക. അതേസമയം മുൻവിധിയില്ലാതെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ വിളിച്ച് എന്തിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഒരു കുട്ടി വെറുതെ വികൃതി ആക്രമിയൊന്നും ആവില്ല. ഒന്നുമില്ല, അവന്റെ കുടുംബത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും അവന് ചിന്തിക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിലും അതിനു മുമ്പുള്ള ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടാവാം. അത് കാരണമായിരിക്കാം ക്ലാസ്സിൽ അവൻ ഇരിക്കാത്തതും വികൃതി കാട്ടുന്നതൊക്കെ. അപ്പൊ അതിന് ആ ഒരു ട്രിഗർ എന്താണ് എന്നുള്ളത് അന്വേഷിച്ചറിയുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തുകയും ആ കുട്ടിയെ തിരുത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ എന്താവും? ആ ടീച്ചറും ശിഷ്യനും തമ്മിലുള്ള ആ ബന്ധം നന്നാവുകയും കാലക്രമേണ ഈ കുട്ടി വികൃതിയൊന്നും എല്ലാം മാറ്റി വളരെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ടീച്ചേഴ്സിന് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എമ്പത്തറ്റിക് ആവുക ആറ്റിറ്റ്യൂഡിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു വശമാണ് മറ്റുള്ളവരുടെ സ്ഥാനത്ത് വെച്ചിട്ട് നാം നമ്മെ ചിന്തിക്കുക എന്നുള്ളത്. സിമ്പതി അയ്യോ പാവം എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ എമ്പത്തറ്റിക് ആവാൻ എല്ലാവർക്കും കഴിയില്ല എന്നുള്ളതാണ്. അത് മാത്രല്ല, ഞാനാണ് അവന്റെ സ്ഥാനത്ത് നിന്നെങ്കിൽ എനിക്കും അത് തന്നെ. ഇപ്പൊ ചിലപ്പോ നന്നായി ദേഷ്യം പിടിച്ച ഒരാളായിരിക്കാം, ആ ആളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവൻ ദേഷ്യം പിടിക്കുന്ന ആളെ, പെട്ടെന്ന് മുൻകോപിയാവുന്ന ആളെ നമ്മൾ മാറ്റി നിർത്തല്ലേ വേണ്ടത്. ആ ആളുടെ സ്ഥാനത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്താണ് ഇത്രയും ദേഷ്യം പിടിക്കാൻ എന്താണ് കാരണം? ചിലപ്പോൾ കുടുംബ പശ്ചാത്തലമായിരിക്കാം, അതല്ലെങ്കിൽ ജോലിയിലുള്ള സ്ട്രെസ് ആയിരിക്കാം. അപ്പൊ അവിടെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ നമുക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയുക, പെരുമാറുക. അങ്ങനെ എമ്പത്തറ്റിക് ആവുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരാളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതിന് പകരം നമ്മൾ ഒരു എമ്പതി കൊടുക്കുക, എന്നിട്ട് അതിന് ഹെൽപ്പ് ചെയ്യുക. അപ്പോഴാണ് നമ്മളുടെ ബന്ധം സുദൃഢമാവുള്ളൂ. അതല്ല എന്തെങ്കിലും ആയിക്കോട്ടെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നത് സ്നേഹബന്ധമല്ല. അവിടെ സ്നേഹമില്ല, അവിടെ സ്വാർത്ഥതയാണ്, സങ്കുചിതത്വമാണ് അവിടെ വരുന്നത്. അവരെന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിൽ ഇടപെടാൻ പോകണ്ട എന്ന് പറയുന്നത്. ആരെങ്കിലും ഒന്ന് ഇടപെട്ടത് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ ഇടപെടണ്ട, അതുകൊണ്ട് കാര്യമില്ല എന്നുള്ള മുൻവിധിയും അതുപോലെ തന്നെ നമുക്ക് ഇടപെട്ടിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ള സ്വാർത്ഥതയും ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല, ഒരാളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊരു സംഗതിയാണ് മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത്, പരസ്പരം ബഹുമാനം. കാരണം പടച്ചതമ്പുരാന്റെ സൃഷ്ടികളാണ് എല്ലാവരും. മക്കളാവുന്നതിന് മുമ്പ്, ഫ്രണ്ട്സുകളാവുന്നതിന് മുമ്പ്, നമ്മളുടെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്
ആരാണ്? അത് ഒരു സൃഷ്ടിയാണ്, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വത്തെ, ആ സൃഷ്ടിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സ്വന്തത്തോട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ മറ്റുള്ളവരോടും ആ റെസ്പെക്ട് കാണിക്കും. ആ റെസ്പെക്ട് ഇല്ല എങ്കിൽ, റെസ്പെക്ട് ഇല്ലാതെയാണ് സംസാരിച്ചത്. ചിലപ്പോ അങ്ങനെയാണ്, ദേഷ്യം പിടിക്കുമ്പോ എന്താണ് വായിൽ വരുന്നതെന്നുള്ളത് ഒന്നും അറിയില്ല. അത് അങ്ങോട്ട് വിളിച്ചു പോകും. പിന്നെ അതിന് ശേഷമായിരിക്കും ചിന്തിക്കുക, അങ്ങനെ പറയണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെയാണ് ആ അഗ്രസീവ് ആവുന്ന സമയത്ത് എന്തും അങ്ങോട്ട് പറയും, എന്നിട്ട് പിന്നെ ഖേദിക്കും. അതുകൊണ്ട് കാര്യമല്ല. ആ ബഹുമാനമില്ലാത്ത, മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുക. ഒരു മനുഷ്യന്റെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സംസ്കാരത്തെയും സ്വഭാവത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ചിന്തകളാണല്ലോ പുറത്തോട്ട് സംസാരമായിട്ട് വരുന്നത്. ആ ചിന്തയിൽ സംസ്കാര ശൂന്യമാണെങ്കിൽ അത് ആ സംസാരത്തിലും പ്രതിഫലിക്കും. അതേസമയം നമുക്ക് വികാരത്തെ വിവേകം കൊണ്ട് മറികടക്കാനുള്ള ഒരു അവസരമാണ് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ വളരെ വിവേകപൂർവം സംസാരിക്കാൻ കഴിയുക എന്നുള്ളത്. അതുപോലെ തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം മിണ്ടാതിരിക്കുക എന്നെങ്കിലും നന്ന ചുരുങ്ങിയത് അവിടെ അത് പാലിക്കണം. മിണ്ടാതിരിക്കുക, ഒന്നും പറയണ്ട. കാരണം ആ സമയത്ത് പറയുന്നത് കേൾക്കുന്നവർക്കും വിഷമായിരിക്കും, കുറച്ചു കഴിഞ്ഞാൽ നമുക്കും ഖേദമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റെസ്പെക്ട് വിട്ടിട്ടുള്ള ഒരു സംസാരത്തിലോട്ട്, ഇപ്പൊ വാട്സപ്പിലൊക്കെ തന്നെ നമ്മളെ ഓരോ ഗ്രൂപ്പുകളിൽ ഓരോ രാഷ്ട്രീയ ചർച്ചകളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മതപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കാം. എല്ലാവരും അങ്ങനെയാണല്ലോ, കുറച്ച് ഈഗോ ഉണ്ട്. ഞാൻ പറയുന്ന കാര്യമാണ് ശരി, ഞാൻ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആർക്കും വിട്ടുകൊടുക്കില്ല. അവിടെ തർക്കങ്ങൾ ഉണ്ടാവും. പല ഗ്രൂപ്പുകളിലും കണ്ടിട്ടുള്ളതാണ്. ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അത് സ്ഥാപിച്ചെടുക്കാൻ, എന്റെ ശരിയെ സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ അപമര്യാദയായിട്ട് പോലും സംസാരം ചെന്നെത്തുന്നു എന്നുള്ളത് വളരെ എന്താണ്, ശോചനീയമായ ഒരു അവസ്ഥയിലോട്ടായിരിക്കും പിന്നെ അത് പോവുക. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഈ ആളുകൾ പിന്നെ ഇനി എങ്ങനെയാണ് പരസ്പരം കാണണ്ടേ, ഇവർക്ക് സംസാരിക്കണ്ടേ, ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെയല്ലേ, എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് എന്നൊക്കെ ആലോചിച്ച് അത്ഭുതപ്പെടാറുണ്ട്. അപ്പൊ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല, കൈവിട്ട ആയുധം പോലെയാണ്. അപ്പൊ ബഹുമാനത്തോടു കൂടെ നമ്മൾ ആളോട് സംസാരിക്കുന്നില്ല, ഏത് ദേഷ്യം പിടിച്ച അവസ്ഥയിലായാലും അതുമാതിരി തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ആ ഭാര്യയ്ക്ക് ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന് ഭർത്താവ് തിരിച്ചറിഞ്ഞ ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് അയാൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസ്പെക്ട് തന്നെയാണ് മറ്റുള്ളവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. സ്വന്തത്തിന് റെസ്പെക്ട് കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് റെസ്പെക്ട് കൊടുക്കുക, അതേസമയം മറ്റുള്ളവർക്കും, കുട്ടികൾക്ക് പോലും, ചെറിയ മക്കളാണെങ്കിൽ പോലും അവരുടെ വ്യക്തിത്വത്തെ നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവരോട് സംസാരിക്കുമ്പോ ഇപ്പൊ ആളുകളുടെ ഇടയിലിട്ടിട്ട് വഷളാക്കുന്ന രീതിയിലൊക്കെ ഇപ്പൊ ഭാര്യ അവളങ്ങനെ തന്നെയാണ്, പല ആളുകളും കണ്ടിട്ടുണ്ട്. സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിലിട്ടിട്ട് അല്ലെങ്കിലും അവൾക്ക് വെച്ചിട്ടുണ്ടാക്കാനൊന്നും അറിയില്ല, ഞാനില്ലെങ്കിൽ കാണായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വളരെയധികം താഴ്ത്തി കിട്ടിയിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് സഹതാപം തോന്നാറുണ്ട്, എമ്പതി തോന്നാറുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവരൊരു വ്യക്തിയല്ലേ, കുഞ്ഞുങ്ങളുടെ ഉമ്മയല്ലേ, മാതാവല്ലേ, ഭാര്യയല്ലേ എന്നുള്ള രീതിയിൽ വിഷമം തോന്നാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ, ചെറിയ മക്കളാണെങ്കിൽ പോലും അവർ ആളുകളുടെ ഇടയിട്ട് നമ്മൾ ശകാരിക്കുകയോ വഴക്ക് പറയുകയോ അടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുറിവേൽക്കൽ ശരീരത്തിലല്ല മനസ്സിലായിരിക്കും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ ശിഥിലാവാൻ ഒരു കാരണം കൂടിയാണ് നമ്മുടെ റെസ്പെക്ട് കൊടുക്കാതെ സംസാരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പരിഗണന, ഏതൊരു മനുഷ്യന്റെയും പിന്നെ ഭക്ഷണം കഴിക്കുന്ന പോലെ, ദാഹിച്ചാൽ വെള്ളം കുടിക്കുന്നത് പോലെ, ഇതേപോലെ തന്നെയാണ് പരിഗണന എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് നൈസർഗികമായിട്ട്. അതായത് ജനിച്ച കാലം മുതലേ ഏത് ചെറിയ കുട്ടിയും ആഗ്രഹിക്കുന്ന, അവകാശപ്പെടുന്ന ഒരു സംഗതിയാണ് പരിഗണന കിട്ടണം എന്നുള്ളത്. അപ്പൊ നമ്മെ ഒരാൾ പരിഗണിക്കണം എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നമുക്ക് പരിഗണന കിട്ടണം എന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതേ ചിന്ത തന്നെ മറ്റുള്ളവർക്കും ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് പരിഗണന കൊടുക്കണം, പരിഗണന അർഹിക്കുന്നവർക്കൊക്കെ ഏത് അർത്ഥത്തിലാണോ അവർ പരിഗണന അർഹിക്കുന്നത് ആ പരിഗണന നമ്മൾ കൊടുത്തേ പറ്റൂ.
അപ്പൊ ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ, വിദ്യാർത്ഥികൾ ടീച്ചേഴ്സിനായിക്കോട്ടെ, ഉമ്മ വാപ്പമാർക്ക് ആയിക്കോട്ടെ, മക്കൾക്കായിക്കോട്ടെ, ഫ്രണ്ട്സുകൾക്കായിക്കോട്ടെ, അവരേത് രീതിയിൽ പരിഗണന അർഹിക്കുന്നവരാണെങ്കിൽ, ചിലപ്പോൾ അവരുടെ കഴിവനുസരിച്ചായിരിക്കാം. അവരൊരു കലാകാരനാണെന്നുണ്ടെങ്കിൽ ആ കലാകാരൻ എന്നുള്ള പരിഗണന കൊടുക്കണം. അവരൊരു സാഹിത്യകാരനാണെന്നുണ്ടെങ്കിൽ ആ സാഹിത്യകാരൻ എന്നുള്ള പരിഗണന കൊടുക്കണം. അവര് നല്ലൊരു പിന്നെ ടീച്ചറാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ നല്ലൊരു കുടുംബിനിയാണ് എന്നുണ്ടെങ്കിൽ, നല്ലൊരു സോഷ്യൽ വർക്കറാണ്, അങ്ങനെയുള്ള ഏതൊരു നിലയിലാണ് അവർ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിഗണന അവർക്ക് കൊടുക്കണം. അത് ഒരു മാനേജർ പോസ്റ്റിലുള്ള ഒരാള് തൊഴിലാളികളോടാണെങ്കിലും ആ ഒരു പരിഗണന അവർക്ക് കൊടുക്കണം. തൊഴിലാളികൾ തിരിച്ചും. ഇപ്പൊ വീട്ടിലുള്ള വേലക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പരിഗണന അവർക്ക് കൊടുക്കണം. ഏതർത്ഥത്തിലാണോ മനുഷ്യൻ എന്നുള്ള പരിഗണന, അതാണ് കൂടുതൽ അനുയോജ്യമായത്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവ് അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്ത ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവര് ആ അർത്ഥത്തിൽ പരിഗണിച്ചുകൂടാ, കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോയിക്കൂടാ? അപ്പൊ അത് വളരെ മുഖ്യമായ ഒരു ഘടകമാണ് പരസ്പരം പരിഗണന നൽകുക. അതുപോലെ തന്നെ വിശ്വാസം, അത് വലിയൊരു സംഗതിയാണ്. നമ്മെ മറ്റുള്ളവർ വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ചുറ്റുള്ളവരും അവരെ എല്ലാവരും വിശ്വസിക്കണം എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളായിക്കോട്ടെ, ഇപ്പൊ ടീനേജേഴ്സിൽ എത്തി നിൽക്കുന്ന കുട്ടിയൊന്ന് കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്ന് ഒരുങ്ങി പോകുന്നുണ്ടെങ്കിൽ എവിടെക്കാടി കെട്ടി ഒരുങ്ങി പോകുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗേറ്റിന്റെ മുന്നിലൊക്കെ നിൽക്കുന്ന ആരെ കാണാനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇതൊക്കെ അവരിലുള്ള വിശ്വാസത്തിന്റെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോഴും കുട്ടികൾ കൂടുതൽ വഴി തെറ്റാനേ സാധ്യതയുള്ളൂ. അതല്ലാതെ ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ നേരെ ആവില്ല. ഏതായാലും എന്നെ വിശ്വസിക്കുന്നില്ല, എന്നാ പിന്നെ അങ്ങനെയാണ്ട് പോയി കളയാം എന്ന് ചിന്തിക്കില്ലേ? അതല്ലെങ്കിലും ആളുകൾ പറയുന്ന സത്യം പോലും വിശ്വസിക്കില്ല. കളവ് പറഞ്ഞ് പരിചയമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുക എന്താ, എന്റെ പോലെ കളവ് പറയുന്നവരാണ് മറ്റുള്ളവരെന്നാണ്. അപ്പൊ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഇവരെന്താ വിചാരിക്കുക, അത് ഒഴിവഴി പറയണതാണ്, സത്യമല്ല. കാരണം സ്വന്തം സ്വഭാവമാണത്. അപ്പൊ സ്വന്തം സ്വഭാവത്തിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവര് അത് പിന്നെ സത്യസന്ധത അംഗീകരിക്കാൻ കുറച്ച് പ്രയാസപ്പെടും. കാരണം സ്വന്തം സ്വഭാവം പോലെയാണ് മറ്റുള്ളവരെയും അവർ കാണുന്നത്. അപ്പൊ എന്താണ് വിശ്വസ്തത, പരസ്പര വിശ്വാസം എന്ന് പറയുന്നത്, അത് ബോധ്യപ്പെടണം. നമ്മുടെ മനസ്സിലിട്ടുള്ള സംഗതിയല്ല. സ്നേഹം നമ്മൾ എങ്ങനെയാണോ പ്രകടിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് വിശ്വാസത്തെയും നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ ചില ആളുകൾ അവർക്ക് ചുറ്റും ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും, ഒരു അതിര് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഉദാഹരണത്തിന് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, എല്ലാവർക്കും ഓരോ സീക്രട്ടുകൾ ഉണ്ടാവുമല്ലോ. അതിൽ എത്ര അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നാലും ചില സംഗതികൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണത് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അത് അവര് ഒരു ബൗണ്ടറി നിശ്ചയിച്ചതാണ്, അവർക്ക് ചുറ്റും ഒരു ബൗണ്ടറി നിശ്ചയിച്ചതാണ്. തന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യില്ല എന്നുള്ളൊരു സംഗതി. അപ്പൊ അതിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അവരുടെ ആ ഒരു അതിർവരമ്പുകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യാം. കൂടുതൽ ചോദിക്കാതിരിക്കുക. ചോദിക്കുന്നത് ഇഷ്ടമല്ല, അറിയുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കാതിരിക്കുന്നതാണ് മാന്യത. എന്തായി അങ്ങനെ, എന്താ എനിക്ക് എന്നോട് പറഞ്ഞാല്, ഞാൻ ആരോടും പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിക്കുക എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു വൃത്തികെട്ട സ്വഭാവമായിട്ടാണ് നമുക്ക് ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുള്ളത്, അല്ലെ? വലാത്ത ജസ്സസ് എന്ന് പറഞ്ഞു, ചുഴിഞ്ഞന്വേഷിക്കരുതെന്ന്. അതിന്റെ അതൊരു ഇതാണ്, അതിർത്തിയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കരുത് എന്നുള്ളതാണ്. ഒരാളുടെ എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള കുറെ ബൗണ്ടറീസ് ഉണ്ടാവും, പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ കടക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് മാന്യത, അന്തസ്. അതല്ലാതെ അവരോട് ഇങ്ങനെ ചോദിച്ചടങ്ങറാക്കി നിർബന്ധിതമായിട്ട് അതങ്ങനെ പറയിപ്പിച്ച് കുട്ടികളോടായാലും മുതിർന്നവരോടായാലും ഒക്കെ നമ്മളത് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഗോസിപ്പ്, ഏഷണി, പരദൂഷണം, അതുമാതിരി തന്നെ പക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പരിഹാസം, ഇതൊക്കെ ഒഴിവാക്കുക. ഫ്രണ്ട്ഷിപ്പുകളുടെ ഇടയിലുള്ള ഒരു സംഭവമാണ്, 3 പേര് ഇരിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് പറയുക എന്നുള്ളത്. അതുപോലെ തന്നെ കൂട്ടം കൂടി ഇരിക്കുമ്പോൾ ആരെങ്കിലും അതിൽ കഥാപാത്രമായിട്ട് വരും, ഗോസിപ്പിന് വേണ്ടിട്ട്, ഏഷണി, പരദൂഷണം. അപ്പൊ അതൊക്കെ നമ്മുടെ മാന്യതക്ക് നിരക്കാത്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാവർക്കും ഒരു ഉയർന്ന ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. മറ്റൊരാളെ കുറ്റം പറയാ, ഏഷണി പറയാ, ഇതിനൊന്നും നമുക്കിവിടെ സമയമില്ല.
നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനില്ലേ മനുഷ്യൻ എന്നുള്ള നിലക്ക്. അതുമാതിരി തന്നെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പടച്ച തമ്പുരാൻ ഏൽപ്പിച്ചതുണ്ട്, സമൂഹം ഏൽപ്പിച്ചതുണ്ട്, കുടുംബം ഏൽപ്പിച്ചതുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മെ സ്വയം ഡെവലപ്പ് ചെയ്യാനും ഇതിനൊക്കെയാണ് നമുക്ക് സമയം തികയുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ വെറും അതിൽ പ്രത്യേകിച്ചൊരു ഗുണമില്ല ദോഷമല്ലാതെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം കളയുക എന്ന് പറയുന്നത് നമ്മ വ്യക്തിത്വത്തെ കാണിക്കുന്ന ഒരു പിന്നെ ആദരവിന്റെ കുറവാണ്. അന്തസ്സും അഭിമാനവും അഭിജാത്യവും ഒക്കെ ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള വില കുറഞ്ഞ സംസാരങ്ങൾക്ക് വേണ്ടി സമയം കളയില്ല. ഇപ്പൊ കിച്ചണിലാണെങ്കിൽ പോലും അവിടെ പിന്നെ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ അയൽവാസിയുടെ മക്കള് അവരെല്ലാം കടന്നു വരും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ. അതുപോലെ തന്നെ അസൂയ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പിന്നെ റഹ്മത്തും പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന മനസ്സ്. മറ്റുള്ളവര് ഉയർന്നു ഉയർന്നു പോകുന്നത് കാണുമ്പോ പുറമേക്ക് കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞാലും ഉള്ളിൽ ഒരു തരം അസ്വസ്ഥതായിരിക്കും. ഞങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഉയരാൻ സാധിക്കുന്നില്ല? നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ട്. ഓരോരുത്തർക്കും അവനവൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട്. അത് നമ്മൾ കണ്ടെത്തി ആ മേഖലയിൽ നമ്മൾ തിളങ്ങാൻ നോക്കുക എന്നുള്ളതാണ്, ഉയരാൻ നോക്കുക. അതല്ലാതെ മറ്റുള്ളവരുടെ ഉയർച്ചയിലും മറ്റുള്ളവരുടെ വളർച്ചയിലും ഒക്കെ നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ട് എന്ത് കാര്യം? നമുക്ക് വിധിച്ചതല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മൾ എന്ത് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമല്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് വിധിച്ച സംഗതികൾ ഉണ്ട് അതിൽ. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ആ അസൂയ അത് പിന്നെ പുറത്തേക്ക് കണ്ട് തള്ളി തികട്ടി ചില സമയങ്ങളിൽ സംസാരത്തിലൂടെയൊക്കെ വരും, പെരുമാറ്റത്തിലൂടെയൊക്കെ വരും. അത് നമ്മളെ ആറ്റിറ്റ്യൂഡിനെ ബാധിക്കും, നമ്മളെ ആ സുഖകരമായ കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ അസൂയ എന്ന് പറയുന്നത് നന്മകളെ കരിയിച്ചു കളയുന്ന ഒരു സംഗതിയാണ്. ഏതുപോലെ വിറകിനെ തിന്നുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നങ്ങളും. നമുക്ക് അതുമൂലം സ്ട്രെസ് ഉണ്ടാവും, അതുമൂലം നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ഇമേജ്, നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റുക, അസൂയ മാറ്റുക, പക മാറ്റുക. അതുമാതിരി തന്നെ മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുന്ന, അതല്ലെങ്കിൽ ആളുകളുടെ ഇടയിലിട്ടിട്ട് നമ്മൾ തമാശ പറയുമ്പോൾ ആ തമാശ മറ്റുള്ളവർക്ക് അവരുടെ ആ ഒരു അഭിമാനത്തെ വ്രണപ്പെടുത്തുകയാണെങ്കിൽ അവിടെയും നമ്മുടെ ബന്ധം വഷളാവും എന്നുള്ളതാണ്. നമ്മൾ തമാശക്കായിരിക്കാം, ഓർക്കാതെ വരും. പക്ഷെ അത് കേൾക്കുന്ന ആളുകൾ വളരെയധികം മനസ്സിന് മുറിപ്പെടുത്തുന്ന ഒരു തമാശയാണെങ്കിൽ അങ്ങനെയുള്ള തമാശകൾ നമ്മൾ പറയരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അഭിമാനം എല്ലാവർക്കും അത് വലുത് തന്നെയാണ്. ഓക്കെ, അതുപോലെ പിന്നെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവർക്ക് അത് കൊടുക്കുക. നമ്മള് മലയാളികൾ ആ കാര്യത്തിൽ കുറച്ച് പിശുക്കുള്ളവരാണ്. പിന്നെ നന്നായി കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയും. ഇപ്പൊ വാട്സപ്പ് ഉള്ളത് കൊണ്ട് നമുക്കൊരു സ്റ്റിക്കർ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ അതിൽ പോലും പിശുക്ക് കാണിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പം എന്താണ്, നമ്മള് കുട്ടികളായാലും മുതിർന്നവരായാലും ഒരു നല്ലൊരു സംഗതി കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതിനെ കൺഗ്രാജുലേഷൻസ് പറയുക, അതിന് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുക, പേരൻസ് ആയാലും ആരായാലും. അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വിഷയം ഇതപ്പോ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇകഴ്ത്തൊന്നും അല്ല വേണ്ടത്. അതിലുണ്ടാവും നന്മകൾ. എത്ര ചെറിയ കാര്യമാണെങ്കിലും അതും വലുത് തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതേസമയം എന്ത് ചെയ്താലും അതിൽ ഒരു ശരികേടുണ്ടെങ്കിൽ അതിലൊരു ശരിയും ഉണ്ടാവും. ആ ശരിയെ നമ്മൾ കാണുകയും അതിനെ അംഗീകരിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് അതിനെ അഭിനന്ദിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറച്ചും കൂടി പിന്നെ നന്നാക്കി ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്, അത് നമ്മൾ നന്ദിയുള്ളവരാവുക എന്നുള്ള നമ്മുടെ ആ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടും. ഇപ്പൊ ഭാര്യ ഭർത്താവിന് നന്ദി പറയാ, ഭർത്താവ് ഭാര്യക്ക് നന്ദി പറയാ, മക്കൾക്ക് നന്ദി പറയാ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടുവന്നേ മോനൊന്ന് വെള്ളം എടുത്തുകൊടുന്നേ താങ്ക് യു ഇടാന്ന് പറഞ്ഞിട്ട് ഒന്ന് തലവും തടവി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വെള്ളമല്ല അതിനപ്പുറമുള്ളത് ആ മല എടുത്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവന് ശ്രമിക്കും എന്നുള്ളതാ കുട്ടികൾ. അതുപോലെ തന്നെ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ അന്നത്തെ ഭക്ഷണം നന്നായിട്ടുണ്ട് താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യ പിന്നീട് അതിനേക്കാൾ കൂടുതൽ നല്ല ഭക്ഷണം രുചികരമായത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും.
അപ്പൊ നന്ദി എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ അധികം സ്ട്രോങ് ആയി കൊണ്ടുപോകാൻ നമ്മൾ പറയില്ല, നന്ദി കെട്ടവനാണ് അത്, എന്ത് ചെയ്തിട്ടും കാര്യമല്ല എന്ന് ചില ആളുകളെ കുറിച്ച് പറയും. എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, നന്ദികേടേ കാണിക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ്, നമ്മളെ ഒന്നും ചെയ്തു കൊടുക്കാൻ തോന്നൂല, ഒന്നും അവരുടെ അടുത്ത് സ്വീകരിക്കാനും തോന്നില്ല. അങ്ങനെയുള്ളൊരു ഇതായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുള്ള ഒരു ഘടകമാണ് നന്ദിയുള്ളവരാവുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ പറയുന്ന സംഗതികളിൽ സത്യസന്ധത, ജെന്യൂൻ ആയിട്ട് പറയുക എന്നുള്ളതാണ്. കാണിക്കുന്നത് എന്തായാലും ഒരു കാട്ടിക്കൂട്ടല് അത് കാപട്യാണ്. അതല്ല, നമ്മളെ സ്നേഹമാണെന്നുണ്ടെങ്കിൽ അത് ജെന്യൂൻ ആയിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കുക. ഒരഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അത് ജെന്യൂൻ ആയിട്ട് പിന്നെ പ്രകടിപ്പിക്കാൻ സാധിക്കുക. സന്തോഷം പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമായിക്കൊണ്ട് സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ എന്താണ് വിശ്വസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ഒരാള് നമ്മളിൽ വിശ്വസിച്ച ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് അത് നമ്മൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ എന്താ കാട്ടാതെ സാധാരണ, എന്നോട് ഒരിക്കലും ആരോടും പറയരുതെന്ന് പറഞ്ഞ സംഗതിയാണ്, നിന്നോട് മാത്രമേ ഞാനത് പറയണുള്ളൂ എന്ന് അടുത്ത ആളോട് പറയും. അയാൾ എന്ത് ചെയ്യും, അപ്പുറത്തെ ആളോട്, നീ ആയതുകൊണ്ട് മാത്രം നിന്റെ അടുത്ത് പുറത്തു പോകില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ ആയതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്, ഒരിക്കലും ഇത് പുറത്തു പോകരുതെന്ന് പറയും. അങ്ങനെ എന്താവും, അരമന രഹസ്യം അങ്ങാടി പരസ്യമാവും. അങ്ങനെ ചെവികൾ ഇങ്ങനെ മാറി മാറിപ്പോയി അതിന്റെ ഏറ്റവും തലപ്പത്ത് എത്തുമ്പോ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും അത് എത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് ഇത് ആദ്യം പറഞ്ഞ ആളുടെ അടുത്ത് എത്തുമ്പോഴോ പിന്നെ ബന്ധങ്ങൾ അവിടെ വഷളാവും. അപ്പൊ അവിടെ നമ്മുടെ വിശ്വാസം ഇല്ലാതാവും. പിന്നെ ഒരു സംഗതി പറയാൻ കഴിയാത്ത, പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, പിന്നെ ഒന്നും ഷെയർ ചെയ്യൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രശ്നങ്ങളിലേക്കല്ല, നമ്മൾ എപ്പോഴും സൊല്യൂഷനിലേക്ക് വേണം നമ്മൾ പിന്നെ പോവാന്. അതുപോലെ തന്നെ ക്വാളിറ്റി ടൈം, അത് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്. കുടുംബത്തിന്റെ ഇടയിൽ ക്വാളിറ്റി ടൈം വേണം, ഫ്രണ്ട്സുകളുടെ ഇടയിൽ ക്വാളിറ്റി ടൈം വേണം. ഇപ്പൊ ഒക്കെ ഇങ്ങനെ അലുമിനി മീറ്റുകളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയം, 10ാം ക്ലാസ്സിൽ ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് അങ്ങനെയാണ്. 10ാം ക്ലാസ്സിലെ എല്ലാവരും ഒരു ബാച്ചായിട്ട് 11ത്തിലെ 12ത്തിലെ കുട്ടികളൊക്കെ പണ്ടത്തെ കാലത്ത് 40 വർഷം മുമ്പുള്ള 30 വർഷം മുമ്പുള്ള ആളുകളൊക്കെ ഒരു പിന്നെ ഇതായിട്ട് എവിടെയെങ്കിലും ബീച്ചിലോ പാർക്കിലോ ഒക്കെ ഒത്തുകൂടുക, അതൊക്കെ നല്ലത് തന്നെയാണ്. നമ്മളെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മുടെ സഹപാഠികൾ, മുൻകഴിഞ്ഞ സഹപാഠികളൊത്ത്, ഫ്രണ്ട്സുകളൊത്ത് ആ ഓർമ്മ, ആ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഗതികൾ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഗ്രൂപ്പുകളിലായാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതേസമയം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഉണ്ട്, അതൊരിക്കലും നമ്മുടെ കുടുംബ ബന്ധത്തെ ബാധിക്കരുത് എന്നുള്ളതാണ്. പണ്ടെങ്ങോ കണ്ട് മറന്നിട്ടുണ്ടാവും, ചിലപ്പോ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട് പ്രണയിച്ചവരായിരിക്കാം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവരുടെ ആ ഓർമ്മകൾ തികട്ടി വരുമ്പോ പിന്നെ അവര് ചാറ്റ് ചെയ്യാൻ തുടങ്ങും വാട്സാപ്പിൽ, പണ്ടത്തെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്ത് അവസാനം കുടുംബത്തിന് ഒരു പാരയാവുന്ന അവസ്ഥയിലേക്ക് അത് എത്തരുത്, ആ റിലേഷൻഷിപ്പ് എത്തരുത്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ കുടുംബത്തെ മറക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ഫ്രണ്ട്സുകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന ആളുകൾ പലപ്പോഴും കുടുംബത്തിലോട്ട് വരുന്നത് വളരെ വൈകിട്ടൊക്കെ ആയിരിക്കും. 10 മണി, 11 മണി, 12 മണിക്കൊക്കെ കുടുംബത്തിൽ കയറി വരുന്ന, എന്നിട്ട് അവർക്ക് ആ സമയത്ത് അത്താഴം വിളമ്പിക്കൊണ്ടുവന്ന് ക്ഷീണിച്ച് അവശയായ ജോലിയൊക്കെ ചെയ്ത് അവശയായ ഭാര്യയെ ഒന്ന് പരിഗണിക്കാനൊന്നും സമയമില്ലാതെ ആയിരിക്കും പിന്നെ അവിടെ ഉറക്കം. അപ്പൊ എന്താവും, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ പരിഗണന ഫ്രണ്ട്സുകൾക്കാണ് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലുകൾ അവിടെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഫ്രണ്ട്സുകൾക്ക് വേണ്ടി കുടുംബങ്ങളെ മറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ആ ഒരു വഴിതെറ്റി പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവരുത്. ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഒരു സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു അകലം ഒരു വര വരച്ചിടണം എപ്പോഴും. എപ്പോഴാണ് മനസ്സ് മാറുക എന്ന് പറയാൻ പറ്റില്ല. അത് സഹപാഠികളായാലും മുമ്പ് ഒന്നിച്ചു പഠിച്ച ആളുകളായാലും ഇപ്പൊ കണ്ടവരായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് കൊണ്ട് ഞാൻ കൂട്ടത്തിൽ അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വീട്ടില് കുട്ടികൾ ആരെങ്കിലും നമ്മളെ കസിൻസ് ആണെങ്കിൽ പോലും ആരെങ്കിലും കയറി വരുമ്പോഴൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല ചിന്താഗതി, ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും. നമുക്ക് പുറത്തേക്ക് നല്ല വിശ്വാസമുള്ള അതേ ആളുകൾ തന്നെ ആയിരിക്കും അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ടു നടക്കണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, അയൽവാസിയാണ്, അതല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആളാണ് പെൺകുട്ടിയെ പിച്ചിച്ചീന്തിയത്, അതല്ലെങ്കിൽ പിന്നെ അവരോടൊപ്പമാണ് ഒളിച്ചോടി പോയത് എന്നൊക്കെ നമ്മൾ
വായിക്കാറുണ്ട്, പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ബന്ധങ്ങൾ എടുക്കുമ്പോഴും അവിടെ എന്താണ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് നമ്മൾ തന്നെ അവിടെ ഒരു സൃഷ്ടിച്ചു വെക്കണം എന്നുള്ളതാണ്. എന്തിലും ഒരു സേഫ്റ്റി നമ്മൾ കണ്ടെത്തണം. അമിതമായിട്ട് അതിര് വിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പക്ഷെ പലതും വിലപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ പലതും സാഹചര്യങ്ങളെല്ലാം വില്ലനായിട്ട് വരിക പല ഇതിലും. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു വാം റിലേഷൻഷിപ്പ് കുടുംബത്തിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ കുറച്ചൊന്ന് സൂക്ഷിച്ചേ പറ്റൂ. നമ്മുടെ മക്കളുടെ കാര്യത്തിലായാലും ആരുടെ കാര്യത്തിലായാലും ഒന്നൊരു സൂക്ഷ്മത നമ്മൾ പുലർത്തുന്നത് നല്ലതാണ്. അതുമാതിരി തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ എന്താണ് പലരോടും പല രീതിയിലായിരിക്കും നമുക്ക് ബിഹേവ് ചെയ്യേണ്ടി വരിക. അപ്പൊ ആളുകളുടെ സ്വഭാവവും പെരുമാറ്റവും അനുസരിച്ച് ഉള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. അതൊരിക്കലും നെഗറ്റീവിലേക്കല്ല, പോസിറ്റീവായിട്ട് തന്നെ, എന്നാ ആർക്കും ഒരു ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നല്ല നല്ല ബന്ധങ്ങളും നല്ല നല്ല റിലേഷൻഷിപ്പുകളും ഒക്കെ നമുക്ക് ഉണ്ടാവട്ടെ. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ക്വാളിറ്റിയും ഒരു കഴിവും പടച്ചതമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം.